പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ചത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ്. നമ്മളെ മറ്റുള്ളവർ നിന്ദിച്ചെന്നിരിക്കാം, പരിഹസിച്ചെന്നിരിക്കാം, ദൂഷണം പറഞ്ഞെന്നിരിക്കാം, ഉപദ്രവിച്ചെന്നിരിക്കാം. പക്ഷേ നമ്മൾ അവർക്ക് പകരം ചെയ്യാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവരെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് അനേക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും കൊടുത്തു. അത് അബ്രഹാമിന് മാത്രമല്ല, നമുക്കും കൂടെ ഉള്ളതാണ്. അതിൽ പറഞ്ഞ് 12-ാം വാക്യത്തിൽ പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ കൂടി ഭൂമിയിലുള്ള സകല വംശങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഈ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുമുള്ളതാണ്. നമുക്ക് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്